വിവാദ കമ്പനി ഓസ്കർ ഇവന്റ്സിനെ നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പിൽ നിന്നും ഒഴിവാക്കി. NTBR എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടേതാണ് തീരുമാനം. ഓസ്കർ കമ്പനിക്ക് വഴിവിട്ട് കരാർ നൽകാൻ നീക്കം നടന്നുവെന്ന ആരോപണത്തിന് പിന്നാലെയാണ് നടപടി. ടെൻഡർ സമർപ്പിക്കാനുള്ള തീയതി 31 വരെ നീട്ടി. ജോസി ബാബു വിവരങ്ങൾ നൽകും. ജോസി, ഓസ്കർ ഇവന്റ്സിന് ടെൻഡർ നൽകാനുള്ള നീക്കം നേരത്തെ ഉണ്ടായ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു. അതിന് പിന്നാലെയാണോ ഇപ്പോൾ നടപടി? ജിൽസി, തീർച്ചയായും ഉമാ തോമസ് MLA അപകടത്തിനിടയാക്കിയ ഓസ്കാർ ഇവന്റ്സ് നെഹ്റു ട്രോഫി വള്ളംകളി നടത്തിപ്പിലേക്ക് എത്തുന്നു എന്നുള്ളത് വലിയ വിവാദമായിരുന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ കമ്പനി അധികൃതർ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ദിവ്യ ഉണ്ണിയുടെ നൃത്ത പരിപാടി സംഘടിപ്പിച്ചതായിരുന്നു അവരുടെ നേട്ടമായി കാണിച്ചുകൊണ്ടായിരുന്നു ഈ പരിപാടിയിൽ അവർ എത്തിയത്. ഈ ഉമാ തോമസ് MLA അപകടമടക്കം പലരും വിമർശനമായി ഈ യോഗത്തിൽ ഉന്നയിച്ചതോടെ യോഗം തീരുമാനമെടുക്കാതെ പിരിഞ്ഞു. തുടർന്ന് വാർത്തകളിൽ വിവാദം നിറയുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് കലക്ടർ വിളിച്ചു ചേർത്ത ഈ യോഗത്തിൽ ഈ ഓസ്കാർ ഇവന്റ്സിനെ ഈ നടത്തിപ്പ് കരാറിന്റെ ടെൻഡർ നടപടികളിൽ നിന്നും ഒഴിവാക്കാൻ തീരുമാനിച്ചത്. കൂടുതൽ കമ്പനികൾക്ക് ടെൻഡർ സമർപ്പിക്കാനുള്ള സമയം നീട്ടിയിട്ടുണ്ട്. ഈ മാസം 31 തീയതി 2 മണി വരെ പുതിയ ടെൻഡറുകൾ സമർപ്പിക്കാൻ കരാർ കമ്പനികൾക്ക് കഴിയും. അതോടൊപ്പം 28 തീയതി ഇതിലൊരു ആലോചനാ യോഗവും ചേരും. എന്തായാലും ഒരു ഇറിഗേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ മേൽനോട്ടത്തിലുള്ള ഒരു സബ് കമ്മിറ്റിക്കായിരുന്നു ഈ കരാർ നടപടികളുടെയും ടെൻഡർ നടപടികളുടെയും മേൽനോട്ടം. ഈ സബ് കമ്മിറ്റിക്ക് ഗുരുതര സ്വഭാവത്തിലുള്ള വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നൊരു വിലയിരുത്തലുണ്ട്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ഒരു അന്വേഷണവും നടക്കും. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിവാദ കമ്പനി പട്ടികയിൽ ഉൾപ്പെടാൻ ഇടയായത്, അല്ലെങ്കിൽ അവർ ഈ യോഗത്തിൽ പങ്കെടുക്കാൻ ഇടയായതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. എന്തായാലും ഇത്തവണ സമ്മാനത്തുക വലിയ കൂടുതലാണ്. 25 ലക്ഷം രൂപ സമ്മാനത്തുകയാണ് ഇത്തവണ ഉള്ളത്. അതുകൂടാതെ വലിയ രീതിയിലുള്ള പ്രൊഫഷണൽ രീതിയിലാണ് ഈ വള്ളംകളി സംഘടിപ്പിക്കാൻ ഒരുങ്ങുകയും ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള പ്രധാനപ്പെട്ട ആളുകൾ ഒക്കെയും വരുന്നുണ്ട്. ആ നിലയ്ക്ക് ഇത് വലിയ ജനശ്രദ്ധ ആകർഷിക്കുകയും മാധ്യമ ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്യുമെന്നുള്ളൊരു കണക്കുകൂട്ടലൊക്കെ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പരിപാടിക്ക് ഒരു വീഴ്ച സംഭവിക്കരുതെന്നുള്ള സർക്കാരിന് വലിയ ഗൗരവതരത്തിൽ അത് കാണുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ കമ്പനിയെ ടെൻഡർ നടപടിയിൽ നിന്ന് ഒഴിവാക്കുവാൻ കളക്ടർ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചത്.